വെർഗോന് വേണ്ടിയിട്ട് മെയ് മാസം ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ആണ് ആവാൻ പോണത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണ വെച്ചാൽ അതിന്റെ കാരണം ഇപ്പൊ നിങ്ങൾക്ക് അറിയും. അപ്പൊ നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണേന്ന് നിങ്ങളുടെ റീഡിംഗിൽ നോക്കാം. അപ്പോ വേർഗോ എന്താണ് നിങ്ങളുടെ മെയ് മാസം മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി മെയ് മാസത്തിന്റെ വന്നിരിക്കണേ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്? ക്വീൻ ഓഫ് പെന്റിക്കിൾസ് വിത്ത് 3 of swords. അപ്പോൾ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആക്ച്വലി നിങ്ങളുടെ എനർജിയാണ് വേർഗോ. ഞാൻ കാണുന്നത് ഇവിടെ എന്തോ ഒരു ഹാർട്ട് ബ്രേക്ക് ആണ്. ഓക്കെ, ഒരു ഡിസപ്പോയിൻമെന്റ്. നിങ്ങൾ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ട് ഇപ്പോൾ സ്റ്റെബിലിറ്റിയിലേക്ക് പോവായിരിക്കും. അതല്ല വെച്ചാൽ നിങ്ങൾ ഇത് മെയ് മാസത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണ എനർജി ആവാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് ഈ 3 of swords, പേജ് ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ ചിലവർക്ക് ഇത് ഉണ്ടാവാൻ പോണ എനർജിയാണ്. പക്ഷെ അത് ഉണ്ടായാലും ഒരു തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ എന്തോ ഒരു സിറ്റുവേഷൻ വർക്കൗട്ട് ആവാണ്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കണു അതിന്. ആൻഡ് മൂവ് ഓൺ ചെയ്യുമ്പോൾ ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു റിലേഷൻഷിപ്പിൽ ഒരു എൻഡിങ് ആയിരുന്നു. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു ജോലിയുടെ കാര്യത്തിൽ വർക്കൗട്ട് ആവാണ്ട് നിങ്ങൾ വേറൊരു ജോലിക്ക് പോണു, ഒരു പുതിയ തുടക്കം ഉണ്ടാവണു, അങ്ങനെയും ആവാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് നോക്കാം നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായെന്ന്. പാസ്റ്റിൽ ഞാൻ കാണുന്നത് 5 of cups. അപ്പോൾ പാസ്റ്റിൽ തന്നെ നിങ്ങൾ എന്തോ റിഗ്രറ്റ് ചെയ്യാണ്, എന്തോ ഉണ്ടായി, അതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സ് കുറെ വിഷമിച്ചിരിക്കുകയാണ് നിങ്ങൾ. 10 of pentacles വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു ഫാമിലിയുടെ കാര്യവും ആവാം, ഫാമിലി മാറ്റർ, ഫാമിലി ഇഷ്യൂസ് ആവാം. നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ പാർട്ട്ണറുടെ കൂടെ എന്തോ വഴക്കുണ്ടായി, അങ്ങനത്തെ ഒരു എനർജി ആവാം. അപ്പോൾ എന്തായാലും എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു പാസ്റ്റിൽ. ഓക്കെ, അതിൻ്റെ കാരണം കുറെ ക്ലാരിറ്റിയോടെയാണ് നിങ്ങൾ മുമ്പോട്ട് പോയത്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ കുറെ വിഷമം ഉണ്ടായി. അത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു എന്ന് അതിൻ്റെ വിഷമം, കാര്യങ്ങൾ സോർട്ട് ആവാണ്ട് ഇപ്പോൾ കുറെ ഒരു പറഞ്ഞ ഒരു നെഗറ്റീവ് എനർജി ആയി പോയി, അതിൻ്റെ വിഷമമായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ കാണുന്നത് എന്തോ പാസ്റ്റിൽ ഫാമിലിയുടെ കൂടെ ഇല്ല വെച്ചാൽ പാർട്ട്ണറുടെ കൂടെ എന്തോ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് എനർജി 6 of wands ആണ്. അപ്പോൾ കറണ്ട് എനർജി ആവുമ്പോഴേക്കും നിങ്ങളുടെ എനർജി മാറുന്നു, കംപ്ലീറ്റ്ലി ഒരു വലിയ മാറ്റം കാണുന്നുണ്ട് ഞാൻ. ജസ്റ്റിസ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ജസ്റ്റിസ് എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തത്, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ശരിയായി പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ ഒരു ശരിയായി ഡിസിഷൻ എടുത്തു എന്ന് അതിൻ്റെ ഒരു പ്രൂഫ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ ജസ്റ്റിസ് 2 രീതിയിൽ നമ്മൾക്ക് നോക്കാം. കാർമിക് ജസ്റ്റിസ് ആവാം, അതല്ല വെച്ചാൽ ഇത് ഒരു എന്താ പറയുക ബാലൻസ് വരണ എനർജിയും ആവാം. ഓക്കെ, അപ്പോൾ ജസ്റ്റിസ് ചിലപ്പോൾ ഒരു ലീഗൽ സിറ്റുവേഷനും ആവാം. ഒരു ലീഗൽ സിറ്റുവേഷനിൽ ഒരു ഫെയർ, ഒരു ബാലൻസ്ഡ് വെർഡിക്റ്റ് കിട്ടണ എനർജി ആവാം. അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ആയിട്ട് വരുന്നു, അതിൽ വിക്ടറി നിങ്ങളുടെ ആണ്. എന്താ വെച്ചാൽ 6 of wands ഒരു സക്സസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിക്ടറി കിട്ടേണ്ട കുറേ ചാലഞ്ചസ് ഉണ്ടായാലും നിങ്ങളത് ഓവർകം ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾക്കൊരു ലീഗൽ സിറ്റുവേഷനിൽ നല്ലൊരു വെർഡിക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെയൊക്കെ ചിലവർ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഇവിടെ ഒരു നല്ല ഗുഡ് ന്യൂസ് കിട്ടാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഫേവറിൽ ആണ് ഈ ന്യൂസ് വരാൻ പോണേ. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയിൽ ഏസ് ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ആ പുതിയ തുടക്കം നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കണ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. ഏതും ഒരു റിലേഷൻഷിപ്പിൽ ഏതും ജോലി വിടുമ്പോൾ നമ്മൾക്ക് ആ പെയിൻ, ആ ഡിസപ്പോയിൻമെൻറ്റ് എപ്പോഴും ഉണ്ടാവും. അതൊരു നാച്ചുറൽ കേസാണ്, നാച്ചുറൽ സിറ്റുവേഷൻ ആണ്. പക്ഷെ അതിന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ട് ഏസ് ഓഫ് പെന്റിക്കിൾസിലേക്ക് പോകണം. ഇത് കുറേ ഒരു അബണ്ടൻസ് വരണ എനർജിയാണ്, കുറേ ഒരു ബാലൻസ് വരണ എനർജിയാണ്. ഫിനാൻഷ്യലിയും
പേഴ്സണലിയും ഞാൻ കാണുന്നത് എന്തോ ഒരു പുതിയ തുടക്കമുണ്ട്. ആൻഡ് നിങ്ങളെല്ലാം ബാലൻസ് ചെയ്യാൻ നോക്കണു. കുറേ അബണ്ടൻസ് വരുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണു, പുതിയ ലൈനിലേക്ക് പോകണു. അപ്പം നിങ്ങൾ ജോലിക്കാണ് നോക്കണമെന്ന് വെച്ചാൽ ഇതൊരു പുതിയ സ്ട്രീമാണ്, ഒരു പുതിയ ഡിറക്ഷനാണ്. നിങ്ങൾ മുമ്പേ ചെയ്ത മാതിരി ജോലി ആയിരിക്കില്ല. നിങ്ങൾക്ക് എന്തോ ഇവിടെ പഠിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാൻ എന്ന് വെച്ചാൽ കുറച്ചൊരു റീസേർച്ച് ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോവുക. ഇല്ല വെച്ചാൽ എന്തെങ്കിലും എക്സാംസ് എഴുതേണ്ടി വരും. എക്സാംസ് അല്ല വെച്ചാലും എന്തോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയിട്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പോവുക. അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു ലേർണിംഗ് ഫേസ് ആണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇത് റിലേഷൻഷിപ്പാണ് വെച്ചാൽ നിങ്ങളൊരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യണു, ഓൺലൈൻ ആയിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇല്ല വെച്ചാൽ ഓൺലൈൻ്റെ വഴി സോഷ്യൽ മീഡിയ, ഈ ചില വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, എന്താ പറയുക, ഈ ഡേറ്റിംഗ് വെബ്സൈറ്റ്സും മാട്രിമോണിയൽ വെബ്സൈറ്റ്സ്, അങ്ങനെ ആരോ ഏതൊരു പേഴ്സണെ മീറ്റ് ചെയ്തിട്ട് ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ബിഗിനിങ് വരണ എനർജിയാണ്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ചാലഞ്ച്? നിങ്ങൾക്ക് ഈ മാസം ചാലഞ്ച് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഫിനാൻഷ്യലി കുറച്ചൊരു പേടി ഉണ്ടാവും. അത് എന്താ വെച്ചാൽ കുറേ ചിലവ് ഉണ്ടാവും. എനിക്ക് ഈ ചിലവൊക്കെ എടുക്കാൻ പറ്റുമോ ഫ്യൂച്ചറിൽ, ആ പേടി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ കുറേ നിങ്ങൾ സേവ് ചെയ്യാൻ നോക്കണു. പിന്നെ അതല്ലാണ്ട് കുറച്ചൊരു ഇമോഷണലിയും നിങ്ങൾ അങ്ങനെ ഒരു ഓപ്പൺ അല്ല. ഓക്കെ, പുതിയ ആൾക്കാർ വരുമ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡ് ആണ്. എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു മാറ്റം വരുമ്പോൾ ആർക്കും ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവും, ഒരു പുതിയ തുടക്കം ഉണ്ടാവുമ്പോൾ. ഞാൻ കാണുന്നത് പുതിയ ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾ കുറച്ച് ഹെസിറ്റേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കാര്യങ്ങൾ സ്ലോ ആയിട്ട് മതി മുമ്പോട്ട് കൊണ്ടുപോവുക, അങ്ങനത്തെ എനർജിയിലാണ് നിങ്ങൾ. അപ്പോൾ അഡ്വൈസ് എന്താണ്? നിങ്ങളുടെ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഓഫ് വാൻഡ്സ് ആണ്. 2 ഓഫ് വാൻഡ്സ് ഒരു പ്ലാനിങ് എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല പോലെ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. ഞാനൊരു ബ്രേക്ക് ത്രൂ കാണുന്നുണ്ട്, ഒരു പുതിയ തുടക്കം വരണത് കാണുന്നുണ്ട്, ഒരു പുതിയ ഐഡിയ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഈ സമയം അതിനെ പെർസ്യൂ ചെയ്യാനുള്ള നല്ല സമയമാണ്. എന്താ വെച്ചാൽ ഏതും ഒരു ബിസിനസ് ഐഡിയ വന്നാലും അത് സക്സസ്ഫുൾ ആവും. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ കുറേ ഒരു സക്സസിൻ്റെ എനർജിയാണ് കാണുന്നത്. സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ് ഇത്. അപ്പോൾ കുറച്ച് സമയം വരെ നിങ്ങൾ സിംഗിൾ ആയിട്ട് തന്നെയാണ് കാണുന്നത്, എസ്പെഷ്യലി മെയില്. ഓക്കെ, മെയില് നിങ്ങൾ കുറേ ഇൻഡിപെൻഡൻറ്റ് സിംഗിൾ മൈൻഡഡ് എനർജിയാണ് നിങ്ങളുടെ. ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി പുതിയ തുടക്കം, ലവ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വരുന്നുണ്ട്. പക്ഷേ ഈ മാസം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കണു, നിങ്ങളുടെ ലൈഫിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യണു. അറിയാത്ത കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്ന ഒരു നൈറ്റ് ഓഫ് വാൻഡ്സ്, ഒരു ഫയർ സൈൻ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൺ തിരിച്ചു വരണ എനർജിയിലാണ്. എന്ന് വെച്ചാൽ ഈ പേഴ്സണെ നിങ്ങൾക്ക് ഓൾറെഡി അറിയണ പേഴ്സൺ ആണ്. ഇതിൻ്റെ മുമ്പും അവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കുറേ സ്മാർട്ടായിട്ട് ഇപ്പോൾ കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കണം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സണിൻ്റെ കൂടെ നിങ്ങൾക്ക് അത്ര ഒരു കമ്മിറ്റ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, നിങ്ങൾ ഈ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യായിരുന്നു, പക്ഷേ ഈ പേഴ്സൺ വരുമ്പോൾ നിങ്ങൾ കുറച്ചൊരു കെയർഫുൾ ആണ് ആവണത്. ഓക്കെ, അപ്പോൾ മുമ്പത്തെ മാതിരി നിങ്ങൾ ഏതും ഓഫർ വരുമ്പോൾ ഉടനെ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഔട്ട്കം എന്താണ് ഇവിടെ? നിങ്ങളുടെ ഔട്ട്കം 7 ഓഫ് വാൻഡ്സ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ചില ബ്ലോക്സ് ഉണ്ട്, ചില ചാലഞ്ചസ് ഉണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണു. കുറേ ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ ആ ഡിറക്ഷനിലേക്കാണ് പോകണത്. കുറേ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, പക്ഷേ നിങ്ങളത് ഇൻറ്റ്യൂട്ടീവ്ലി തീരുമാനം എടുക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയുന്നത് വെച്ചാൽ അതുമാതിരി ഫോളോ ചെയ്യുക. ഇവിടെ ആരോ പാസ്റ്റിൻ്റെ പേഴ്സൺ തിരിച്ചു വരണ എനർജിയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിന് തിരിച്ചു വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് പറയണേ? ഓറക്കിൾ മെസ്സേജ് വന്നിരിക്കണേ ഇൻ ദ നിയർ ഫ്യൂച്ചർ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എന്തോ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഒരു പുതിയ തുടക്കമുണ്ട്. പക്ഷേ മെയ് മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ ആദ്യം എടുക്കാൻ നോക്കുകയാണ്. എന്താ വെച്ചാൽ ഇതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് ലൈഫിൽ ചില കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാണ്ടാണ് ഉണ്ടായിരുന്നത്. പറഞ്ഞാൽ ചില കാര്യങ്ങളൊന്ന് ഒരു സ്റ്റേബിലിറ്റി ഉണ്ടായിരുന്നില്ല ചില സിറ്റുവേഷൻസിലേക്ക്. ഇപ്പോൾ അങ്ങനെയല്ല. ഈ മാസം ഒരു സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ട വെച്ചാൽ അതാണ് നിങ്ങൾ ചെയ്യണത്. ലൈഫിൽ തിരിച്ച് ആ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ നോക്കണു. ഫിനാൻഷ്യൽ ലൈഫിൽ ആ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണു. അതൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണത്. നിങ്ങളുടെ
കാര്യങ്ങൾ അതിലാണ് പ്രയോറിറ്റൈസ് ചെയ്യണേ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാവണു, അത് ഓട്ടോമാറ്റിക്കലി ഒരു പാസ് പേഴ്സൺ വരുന്നുണ്ട്, പുതിയ ലവ് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുണ്ട്, ഓക്കെ, അതൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. പക്ഷേ ഈ മാസം സ്റ്റെബിലിറ്റിയുടെ മാസമാണ്. അപ്പോൾ വെർഗോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്ത് ഐ ക്ലെയിം എന്ന് എഴുതുക, ക്ലെയിം ചെയ്യുക ഈ റീഡിങ്ങിന്. അതല്ലാണ്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊരു കൺസൾട്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പക്ഷേ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.